നമസ്കാരം. പ്രധാന വാർത്തകൾ. രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കരുത്. AICCയെ പ്രതിസന്ധിയിലാക്കി VM സുധീരന്റെ പ്രസ്താവന. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ പദ്ധതി. തദ്ദേശ സ്ഥാപനങ്ങളുടെ എല്ലാ സേവനങ്ങളും ഇനി വിരൽത്തുമ്പിൽ ലഭ്യമാകും. മന്ത്രി MB രാജേഷ്. മികച്ച ക്രിക്കറ്റ് ലോകകപ്പ്. വ്യൂവർഷിപ്പിൽ 2023 ലോകകപ്പിന് റെക്കോർഡ്. വാർത്തകൾ വിശദമായി. AICCയെ പ്രതിസന്ധിയിലാക്കി VM സുധീരന്റെ പ്രസ്താവന. രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കരുതെന്ന് VM സുധീരൻ പറഞ്ഞു. നെഹ്റുവിന്റെ നയങ്ങളിൽ നിന്നും കോൺഗ്രസിന് വ്യതിചലനം ഉണ്ടായി. അത് ഗുണം ചെയ്തില്ല എന്നാണ് വ്യക്തമാക്കുന്നതെന്നും സുധീരൻ പറഞ്ഞു. നെഹ്റുവും ഇന്ദിരയും മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചവരാണ്. മതേതര മൂല്യങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടി വരും കോൺഗ്രസ് മുന്നോട്ടു പോകാൻ. ബാബറി മസ്ജിദ് തകർത്ത് രാമക്ഷേത്രം നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കരുത്. ക്ഷണം കോൺഗ്രസ് പൂർണ്ണമായി നിരാകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ജനാധിപത്യ മതേതര മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയും ചടങ്ങിൽ പങ്കെടുക്കരുത്. BJPയുടെ തീവ്ര ഹിന്ദുത്വത്തിനെതിരെ മതേതര മൂല്യങ്ങൾ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കണം. നെഹ്റുവിന്റെ സാമ്പത്തിക നയങ്ങളിലേക്ക് രാജ്യം മടങ്ങിപ്പോകണമെന്നും കോൺഗ്രസ് പഴയ മതേതര മൂല്യങ്ങളിലേക്ക് മടങ്ങിയെത്തണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയിലെ ചരിത്ര പദ്ധതിയാണ് K-സ്മാർട്ട് സോഫ്റ്റ്വെയർ എന്ന് മന്ത്രി MB രാജേഷ്. ഏകീകൃത സോഫ്റ്റ്വെയറും മൊബൈൽ ആപ്പുമാണ് K-സ്മാർട്ട് സോഫ്റ്റ്വെയർ എന്നും തദ്ദേശ സ്ഥാപനങ്ങളുടെ എല്ലാ സേവനങ്ങളും ഇനി വിരൽത്തുമ്പിൽ ലഭ്യമാകുമെന്നും മന്ത്രി പറഞ്ഞു. ജനുവരി 1 K-സ്മാർട്ട് സോഫ്റ്റ്വെയറിന്റെ ഉദ്ഘാടനം കൊച്ചിയിൽ വെച്ച് മുഖ്യമന്ത്രി നിർവഹിക്കും. K-സ്മാർട്ട് മൊബൈൽ ആപ്പ് മന്ത്രി P രാജീവ് ചടങ്ങിൽ വെച്ച് പുറത്തിറക്കും. കേരളം ഇന്ത്യക്ക് നൽകുന്ന പുതിയ മാതൃകയാണ് K-സ്മാർട്ട്. ലോകത്തെവിടെയിരുന്നും ജനങ്ങൾക്ക് ഈ സേവനം ലഭ്യമാകും. അതും വളരെ വേഗത്തിൽ തന്നെ MB രാജേഷ് പറഞ്ഞു. ഇനി കായിക വാർത്ത. 2023 വ്യൂവർഷിപ്പ് അടിസ്ഥാനത്തിൽ ICCയുടെ എക്കാലത്തെയും മികച്ച ക്രിക്കറ്റ് ലോകകപ്പായി ഇന്ത്യയിൽ നടന്ന ലോകകപ്പ് മാറി. ഗ്ലോബലി 1 ട്രില്യൺ വ്യൂവിംഗ് റെക്കോർഡാണ് 2023 ലോകകപ്പ് നേടിയത്. ICC തന്നെയാണ് വിവരം ഔദ്യോഗികമായി അറിയിച്ചത്. 2019 ലോകകപ്പിനെ അപേക്ഷിച്ച് 17% വർധനവാണ് ഈ വർഷം ഉണ്ടായത്. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നടന്ന ഫൈനൽ ICC ഇതുവരെ കണ്ട ഏറ്റവും വലിയ മത്സരമായി. ആഗോളതലത്തിൽ 77.6 ബില്യൺ തത്സമയ കാഴ്ചക്കാർ ഉണ്ടായി. നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. വാർത്തകൾ അവസാനിക്കുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.